ഞാനാണെന്നുണ്ടെങ്കിൽ 2.5 കൊല്ലമായിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ജോലി ചെയ്ത് വരുമായിരുന്നു. ഞാൻ നേഴ്സാണ്. പക്ഷേ അവിടെ അത് കഴിഞ്ഞിട്ട് IELTS ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് ഭയങ്കര ഡിഫറെൻറ്റ് എക്സാം ആയിരുന്നു. കാരണം വെച്ചാൽ ലിസണിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഓഡിയബിളായിട്ട് സ്പീക്കറിൽ ഇടത്തുള്ളൂ, നമുക്ക് മൈക്രോഫോണൊന്നും തരത്തില്ല. അപ്പോൾ എക്സാം ട്രൈ ചെയ്തെങ്കിൽ ഏതെങ്കിലും മൊഡ്യൂളിന് എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ പേരൻസ് പറഞ്ഞിട്ട് ഞാനിവിടെ സെപ്റ്റംബർ 10 വന്ന് ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 21 ഞാൻ അവിടുന്ന് ജസ്റ്റ് ഫെയർ ആയിട്ടൊരു റഫായിട്ട് എഴുതാൻ വേണ്ടി ഒരു OETയുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ അതിന് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നാട്ടിൽ ലീവിന് വന്നതാണ്. പക്ഷേ ഞാൻ പോയി എഴുതി. മാതാവ് അനുഗ്രഹിച്ച് ഞാൻ OETയുടെ എക്സാം ക്ലിയർ ചെയ്തു. വളരെ പെട്ടെന്നായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് റഫായിട്ട് പോയി എഴുതിയതാണ്. ഫെയർ ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എക്സാം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ സെപ്റ്റംബർ 21 എക്സാം തന്നെ ഞാൻ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അയർലൻഡിലോട്ടുള്ള പേപ്പർ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഫാമിലിയുടെ പ്രോബ്ലംസ് കൊണ്ട് ഞാൻ അയർലൻഡാണ് ചൂസ് ചെയ്തത്. ന്യൂസിലാൻഡ് അത്ര സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അയർലൻഡ് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും കുറച്ച് ഡിലേ നേരിട്ടു. പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിൽ എൻ്റെ മാരേജ് കഴിഞ്ഞു. കുറേ നല്ല കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു. നല്ലൊരു ജോബ് ഓഫർ കിട്ടി. അയർലൻഡിന് പോകുമ്പം ഇപ്പോൾ നേഴ്സായിട്ടുള്ള പിള്ളേർക്കൊക്കെ അറിയാം, ചിലപ്പം 3 to 4 lakhs നമ്മൾ ഏജൻറ്റിന് കൊടുക്കണം. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വരും. പക്ഷേ എനിക്കൊരു ഫ്രീ ഫെയർ ഓഫറായിട്ട് എനിക്ക് ജോബ് കിട്ടി. എനിക്കിതുവരെ ഒരു മുടക്കം വന്നിട്ടില്ല. ഞാനിപ്പോൾ നാളെ പോവാണ്. നാളെ 8:10 എൻ്റെ ഫ്ലൈറ്റ് ടൈമാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഒരു എക്സാം ഉണ്ട് April 17. അതും ക്ലിയർ ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി.